ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ പലരും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ശീലമാക്കാവുന്നതാണ്. കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പലരിലും അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. എണ്ണ തേച്ചാൽ മുടി വളരുമെന്ന ഉറപ്പിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ള മുടി കൂടി പോകുന്നതിനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പലപ്പോഴും നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ എണ്ണ കാച്ചുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ചില ചേരുവകൾ ചേരുമ്പോഴാണ് അത് മുടിയുടെ ആരോഗ്യത്തിന് ആ ഒരു എണ്ണ നമുക്ക് സഹായകമാകുന്നത്. ഇത്തരത്തിൽ കാച്ചുന്ന എണ്ണയിൽ ചേർക്കേണ്ട ചേരുവകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മുടി വളരാനായി നമ്മൾ കാച്ചുന്ന എണ്ണയിൽ ഇനി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ 500 ഗ്രാം, ചെമ്പരത്തിപ്പൂവ് ഒരു 8 എണ്ണം, പിന്നെ മൈലാഞ്ചി 1 പിടി, കയ്യൂന്നിയുടെ നീര് 1/2 കപ്പ്, നീല അമരി 1 പിടി, ഉലുവ ഇല അരച്ചത് 15 ഇലയുടെ നീര് വേണം കേട്ടോ, പിന്നെ കറിവേപ്പില 1 പിടി, ആവണക്കെണ്ണ 50 ഗ്രാം, വേപ്പില 2 പിടി, പിന്നെ ബ്രഹ്മി 2 പിടി, പിന്നെ നെല്ലിയില 2 പിടി. ഇത്ര മതി. ഇവയൊക്കെയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇവയെല്ലാം നമുക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് അരച്ച ശേഷം എണ്ണയിൽ ചേർത്ത് കാച്ചുക. എണ്ണ തണുത്ത ശേഷം നമുക്ക് ഈ എണ്ണ നമുക്ക് തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് നമുക്ക് പരിഹാരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇത് ഏത് മുടിയുടെ പ്രതിസന്ധികൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഇതിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉപയോഗം, കേശ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ ഈ എണ്ണ നമുക്ക് കാച്ചി തേക്കാം എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഇത് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം നൽകുന്നത്. ആഴ്ചയിൽ ഒരു 2 തവണ ഈ എണ്ണ നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. നല്ലതുപോലെ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം നൽകുന്നത്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാനും പാടില്ല. മാത്രമല്ല താളിയോ അതുപോലെ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് നമുക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇത് മുടിയുടെ ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കും. മാത്രമല്ല താരൻ മൂലം പലരിലും മുടി കൊഴിച്ചിൽ എന്ന പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് ഈ കാച്ചി എണ്ണ നമ്മളെ സഹായിക്കും. ആഴ്ചയിൽ 2 തവണ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ഈ കാച്ചി എണ്ണ. കാച്ചി എണ്ണ ഉപയോഗിച്ച് താരനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഈ കാച്ചി എണ്ണ. ഈ പറഞ്ഞ ഈ രീതിയിൽ നമ്മൾ എണ്ണ കാച്ചിയാൽ വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല നല്ല കരുത്തും ആരോഗ്യവുമുള്ള മുടി വളരുന്നതിനും ഇതിലൂടെ സാധിക്കും. കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ് ഈ കാച്ചി എണ്ണ. ഇതുകൊണ്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതും ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കേശ സംരക്ഷണത്തിന് സംശയം കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. മാത്രമല്ല അകാല നരയെ നമുക്കിതിലൂടെ ഒഴിവാക്കാം. പലരും വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങൾ പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അകാല നര. അതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അകാല നരയെ ഇല്ലാതാക്കുന്നതിനുള്ള ബെസ്റ്റ് മാർഗമാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട.
ഈ എണ്ണ സ്ഥിരമായി തേക്കുന്നതിലൂടെ നമുക്ക് ഈ അകാല നരയെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കേശ സംരക്ഷണത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന അവസ്ഥകൾ തന്നെയാണ് എന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങൾ തേടേണ്ടതില്ല. അതിന് ഈ സ്പെഷ്യൽ എണ്ണ തന്നെ ധാരാളമാണ്. മാത്രമല്ല നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ചിലർക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടാവാം, എന്നാൽ പലപ്പോഴും അത് വാല് പോലെ കിടക്കുന്നതായിരിക്കും. ഇത് ആരോഗ്യമില്ലാത്ത മുടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പരിഹാരം നൽകി നല്ല നീളമുള്ള മുടിക്കായി ഇനി ഈ കാച്ചിയ എണ്ണ തേക്കാവുന്നതാണ്. ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ഈ എണ്ണയിലൂടെ ലഭിക്കുന്നതാണ്. ഈ എണ്ണ കാച്ചി തേക്കുന്ന സമയത്ത് അത് മുടിക്ക് നൽകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മികച്ച ഒരു മാർഗം തന്നെ, കേശ സംരക്ഷണത്തിന് മികച്ച ഒരു മാർഗം തന്നെയാണ് ഈ ഒരു കാച്ചിയ എണ്ണ, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കാച്ചിയ എണ്ണ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോ